Hey, hello! It's me, Minnu, and welcome to my channel, Minnu Febin. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ടൈം ക്യാപ്സ്യൂളാണ് കേട്ടോ. അപ്പോൾ ടൈം ക്യാപ്സ്യൂൾ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് പേരുടെ ചാനൽസിൽ കണ്ടിട്ടുണ്ടാവും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊന്നും കൂടെ പറയാം. ഇപ്പോൾ നമുക്ക് പ്രസൻറ്റിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടാവും. ഇപ്പം ഫോട്ടോസ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടോയ്സുകളാവാം, അല്ലെങ്കിൽ ആരെങ്കിലും തന്നിട്ടുള്ള ഗിഫ്റ്റുകളാവാം, നമ്മൾ ഫ്യൂച്ചർ ടു മൈ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ലെറ്റേഴ്സ് ആവാം. അങ്ങനെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള എന്തും ഒരു ബോക്സിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്ന ഒരു സംഭവമാണ് ഈ ടൈം ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. സഫ വിത്ത് പെയിൻ, കടിൽ ക്ലൗഡ്, നിനോ ഷാജി പോലെയുള്ള ചാനൽസിലൊക്കെ ഞാൻ അത് മുമ്പ് കണ്ടിട്ടുണ്ട്. അന്നേ വിചാരിച്ചതാണോ ഒന്ന് ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ബോക്സ് എടുത്തിട്ട് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഇയേഴ്സിന് ശേഷമൊക്കെ ഓപ്പൺ ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ ഒരു വിൻറ്റേജ് തീം ലുക്കൊക്കെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ ബോക്സ് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ബോക്സിൻ്റെ മുകളിലായിട്ട് ടൈം ക്യാപ്സ്യൂൾ, അതുപോലെ ഡു നോട്ട് ഓപ്പൺ അണ്ടിൽ 2029 എന്നൊക്കെ എഴുതി വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് 5 വർഷങ്ങൾക്ക് ശേഷമുള്ള എനിക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. ഡിയർ ഫ്യൂച്ചർ മീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ആ ഫ്ലോയിൽ അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ നല്ല രസമാട്ടോ. നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള നമുക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇനിയിപ്പോൾ നിങ്ങളിതുപോലെ ടൈം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ലെങ്കിലും ഇതുപോലൊരു ഡിയർ ഫ്യൂച്ചർ മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്ററൊക്കെ എഴുതി കേട്ടോ. നല്ല രസമായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ടെടുത്ത് വായിക്കുമ്പോൾ. അടുത്തതായിട്ടൊരു സിമ്പിളായിട്ടൊരു എൻവലപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതുമേ ലെറ്റർ എന്നൊക്കെ എഴുതി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ എഴുതിയിട്ടുള്ള ലെറ്ററിനെ ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് എൻവലപ്പിനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് മറ്റൊരു പേപ്പറിൽ ഗോൾസ്, ബക്കറ്റ് ലിസ്റ്റൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അതായത് 4 വർഷത്തിനുള്ളിൽ ഞാൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ, അതുപോലെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി 4 വർഷം കഴിഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാലോ. ഇനി ഇതും കൂടി നമുക്ക് മറ്റൊരു എൻവലപ്പിൽ ഗോൾസ് എന്നൊക്കെ എഴുതിയിട്ട് അതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ എഴുതി കൊടുക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ്, അതുപോലെ തന്നെ മൂവീസ്, ഹോബീസ്, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു പേജിൽ എഴുതി കൊടുക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ എൻ്റെ ഫേവറേറ്റ്സ് ഏതൊക്കെയാണ്, ഇത് തന്നെയാണോ, അതോ ചേഞ്ചസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാമല്ലോ. അങ്ങനെ ആ പേജും കംപ്ലീറ്റ് ചെയ്ത് അതും കൂടെ ഒരു കുഞ്ഞു എൻവലപ്പിലാക്കിയിട്ട് ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഫൈനലായിട്ട് എഴുതി കൊടുക്കുന്നത് എ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേജാണ്. അതായത് എൻ്റെ ഒരു ദിവസത്തെ ഡയറി, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നൊക്കെ ഒരു ഡയറി രൂപത്തിൽ ഇങ്ങനെ എഴുതി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതും കൂടെ ഒരു കുഞ്ഞു എൻവലപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മൾ ഒരു 3-4 ഇതുപോലെ എൻവലപ്പൊക്കെ സെറ്റാക്കി. ഇനി നമുക്ക് അതെല്ലാം ആ ബോക്സിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഗിഫ്റ്റ് കവർ കൊണ്ട് ആ ഒരു ബോക്സിൻ്റെ താഴെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ 3-4 എൻവലപ്സും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കീ ചെയിൻ അതിലേക്ക് വെച്ചു. പിന്നെ ഞാൻ 4th സ്റ്റാൻഡേർഡിലും 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള 2 ഐഡൻറ്റിറ്റി കാർഡ്സ് ആണ്. ഇനി ഇതെന്ന് പറയുന്നത് ഞാൻ ബീഡ്സ് വെച്ചിട്ട് ഫസ്റ്റ് ടൈം ചെയ്തിട്ടുള്ള ഒരു നെക്ലേസ് ആണ്. അപ്പോൾ അതിനും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ളത് ഒരു മിനി ബോട്ടിൽ ആർട്ടാണ്. അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു മെസ്സേജൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഒരു മിനി ബോട്ടിൽ ആർട്ട് തന്നെയാണ്. അതിന് ക്യാപ്സ്യൂൾസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മെസ്സേജസ് ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. നെക്സ്റ്റ് ഒരു CD ആണ്. എൻ്റെ പഴയ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഉള്ള ഒരു CD വെച്ചെടുത്തിട്ടുണ്ട്. ഇനി തുറക്കുന്ന സമയത്ത് നമുക്ക് പ്ലേ ഒക്കെ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഒരു കുഞ്ഞു ബുക്കറ്റാണ് വെക്കുന്നത്. ഞാൻ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ബോക്സ് ക്ലോസ് ചെയ്യാം. ഇനി ഒരു കയറ് വെച്ചിട്ട് ഇതൊന്ന് ടൈ ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ടൈം ക്യാപ്സ്യൂൾ. അപ്പോൾ ഇനി ഇത് 4 വർഷത്തിന് ശേഷം, അതായത് 2029 ഓപ്പൺ ചെയ്യാം. അപ്പോൾ അന്ന് നമുക്ക് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടെ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.